പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ്സ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം. 1 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് റവ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഈ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിൽ തീ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരും ഇത് വറുത്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് റവയ്ക്ക് ഞാൻ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലില്ല എന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പാലാകുമ്പോഴത്തേക്ക് കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിസ്തേര ഒരു എസൻസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കളറ് ചേർക്കാം. ഓറഞ്ച് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ എസൻസ് വേറെ ബദാമിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെയോ ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്തേര എസൻസിൽ ഒരു 3-4 തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഇത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു കോക്കനട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ റവ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വറുത്തെടുക്കണം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റവ ഈ പാലിലൊന്ന് നന്നായിട്ട് മിക്സായി വെന്ത് വരണം. എപ്പോഴും കുറച്ച് വയ്ക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് കുക്ക് ചെയ്യാവൂ. തീ കൂട്ടി വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മതി. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണോ കയ്യിൽ നട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പാണെങ്കിൽ അങ്ങനെ, ബദാമോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെറിയ ചൂടുണ്ട്. നമ്മുടെ കൈ പിടിക്കാൻ പറ്റിയ പാകത്തിനുള്ള ചൂടുണ്ട്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. ഇതുപോലെ ബോളാക്കി എടുത്തതിന് ശേഷം
ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നമുക്കിതൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അല്ലാതെ തന്നെ ഇത് ചെറിയ ചെറിയ ബോളാക്കി അങ്ങനെ കഴിച്ചാലും മതി. പക്ഷേ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ കഴിക്കൊരു ഭംഗിയാണ്, കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ്സാണ് കേട്ടോ. അപ്പോൾ റവ കൊണ്ട് നമുക്ക് പല ഫ്ലേവറിലും പല രീതിയിലും നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ പിസ്തയ്ക്ക് പകരം ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് ആ റവയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിന് റെഡിയാക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ തന്നെ നമ്മൾ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ കറക്റ്റ് നമുക്ക് അടിപൊളി ഷേപ്പിനും നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്